കെ സുരേന്ദ്രനെ കുറ്റവിമുക്തനാക്കിയ മഞ്ചേശ്വരം തെരഞ്ഞെടുപ്പ് കോഴക്കേസിൽ പ്രോസിക്യൂഷനും അന്വേഷണ സംഘത്തിനും ഗുരുതര വീഴ്ചയെന്ന് കോടതി. അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിക്കാൻ വൈകി. കെ സുന്ദരയെ ഭീഷണിപ്പെടുത്തിയതിനും തെളിവില്ല. അതേസമയം വിധിക്കെതിരെ അപ്പീൽ നൽകാനാണ് പരാതിക്കാരന്റെ തീരുമാനം. കേസിലെ പ്രോസിക്യൂഷന്റെയും അന്വേഷണ സംഘത്തിന്റെയും വീഴ്ചകൾ വിധിന്യായത്തിൽ അക്കമിട്ട് നിരത്തിയാണ് വിധിപ്പകർപ്പ് പുറത്തുവന്നത്. കാലാവധി കഴിഞ്ഞ് 1 വർഷത്തിനും 7 മാസത്തിനും ശേഷമാണ് ക്രൈംബ്രാഞ്ച് കുറ്റപത്രം സമർപ്പിച്ചത്. കാലതാമസത്തിന്റെ കാരണം കോടതിയെ ബോധിപ്പിച്ചില്ല. കെ സുന്ദരയെ ഭീഷണിപ്പെടുത്തി പത്രിക പിൻവലിപ്പിച്ചതിന് തെളിവുകൾ ഹാജരാക്കാനും പ്രോസിക്യൂഷന് സാധിച്ചില്ല. പത്രിക പിൻവലിച്ചതിന്റെ തൊട്ടടുത്തുള്ള ദിവസം സുന്ദര BJPക്ക് പിന്തുണ പ്രഖ്യാപിച്ച് പത്രസമ്മേളനം നടത്തിയതും കോടതി ചൂണ്ടിക്കാട്ടി. എന്നാൽ വിധിക്കെതിരെ മേൽക്കോടതിയെ സമീപിക്കാനാണ് ഇടതുമുന്നണിയുടെ തീരുമാനം. ഇതാർക്കെങ്കിലും ഇത് നിഷേധിക്കാൻ കഴിയും? ഈ സംഭവം പച്ചയായി നടന്ന സംഭവം ഇത് താൽക്കാലികമായിട്ട് ചിലപ്പോൾ ഡിസ്ചാർജ് ചെയ്തിട്ടുണ്ടാകാം. പക്ഷേ ഞങ്ങൾ വിടില്ല. ഞങ്ങൾ ഇതിനെതിരെ ഏതറ്റം വരെയും പോകും. അഴിമതിക്കെതിരെ സന്ധിയില്ലാത്ത സമരം. അതാണ് 2021 മഞ്ചേശ്വരത്ത് BSP സ്ഥാനാർത്ഥിയായിരുന്ന സുന്ദരയെ 2.5 ലക്ഷം രൂപയും സ്മാർട്ട് ഫോണും നൽകി ഭീഷണിപ്പെടുത്തി നാമനിർദ്ദേശം പിൻവലിപ്പിച്ചു എന്നായിരുന്നു കേസ്. കെ സുരേന്ദ്രൻ ഉൾപ്പെടെ 6 പേരായിരുന്നു പ്രതികൾ. മാതൃഭൂമി ന്യൂസ്, കാസർഗോഡ്.